എന്നാൽ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് BJP ആ അവസരം സുവർണാവസരമാക്കിയിരിക്കുന്നു. അജിത് കുമാറിനെ അതുവഴി പിണറായിയെ തന്നെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ന് PS ശ്രീധരൻപിള്ളയും സുരേഷ് ഗോപിയും ഏറ്റെടുത്തു. ഇതിനപ്പുറം CPM-നും ഈ സർക്കാരിനും അപമാനകരമായ ഒരവസ്ഥ വരാനുണ്ടോ? കൂടിക്കാഴ്ച നടന്നാൽ എന്താണ്? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്തിനാണ്? RSS ബാന്ധവം തള്ളിപ്പറയാൻ ആരുണ്ട് യോഗ്യൻ? ഇതൊക്കെയാണ് ഇരുവരും ഉന്നയിച്ച വാദഗതി. അതിനിടെ അൻവറിനെതിരെ ഗൂഢാലോചനാ സിദ്ധാന്തവുമായി അജിത് കുമാറും രംഗത്ത് വന്നു. BJP-യുടെ ഇഷ്ടവിഷയമായ തീവ്രവാദ ബന്ധമടക്കമാണ് തടിയൂരാൻ അജിത്ത് അൻവർ സംഘത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ കളിക്കളം തെളിയുകയാണ്. കളിക്കാർ ആരൊക്കെയെന്നും. ഒന്നാമത്തെ ഏജൻസിയുടെ പേര് പിണറായി വിജയൻ. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഈ LDF-ന്റെ തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടതാണല്ലോ. അതിൽ പറയുന്നത് RSS-നെയും BJP-യെയും ധിക്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതിനേക്കാൾ ശക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് LDF-ലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിന് മേലും ഈ പാർട്ടിക്ക് മേലും സ്വാധീനം RSS-നാണ് എന്നാണ്. BJP CPM-ന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൗദ്യോഗിക ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞോ? ഇന്ന് CPM നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോൾ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണറും ഈ പറയുന്ന സുരേഷ് ഗോപിയും ഒക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാധൂകരണമാവുകയല്ലേ അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം അവിടെ ശ്രീധരൻപിള്ള ആയിരുന്നാലും ശരി തന്നെയാണ്, സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ്, ഒരു CPM-നും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. RSS-ന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ് അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയന് അല്ലെങ്കിൽ CPM-നെ പ്രതിരോധിക്കാൻ എന്താവും? ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് പരമമായ വിവരദോഷത്തരം. ഇപ്പൊ യുവരാജ് പറയുന്നതാണ് പരമമായ വിവരദോഷത്തരം. നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറിയ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് കേരളത്തില് BJP-ക്ക് തൊട്ടുകൂടായ്മ വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ള കാര്യം? പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല. കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ്. അല്ലല്ല, ആ രൂപത്തിൽ വർത്താനം പറയരുതേ. മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. യുവരാജ്, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും. മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെ അല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം. മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ BJP-ക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ KC ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, നിൽക്കുന്നേ, ചിലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത്. യുവരാജെ ചിലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ശരി, നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞു തീർത്തു. അവിടെ നിൽക്കട്ടെ. അത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 20% വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള്.
ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. തലസ്ഥാനം ഞാൻ കേട്ടു അടങ്ങാൻ പറയും. ചലഞ്ച് ചെയ്തൊരു ചോദ്യം ചോദിക്കുന്നു. ഫ്ലവേഴ്സിന്റെയും 24ന്റെയും മുതലാളി RSSന്റെ നേതൃത്വത്തിലെ കണ്ടിട്ടില്ല. നിങ്ങളെ വലിയ RSSന്റെ നേതൃത്വത്തെ കുറിച്ചും നിങ്ങളുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്കുക. ഞാൻ സംസാരിക്കല്ലേ? എന്നോട് താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ രീതിയിൽ സംസാരിച്ചോളാം. മനസ്സിലായോ? എന്നോട് നിന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനുള്ള മര്യാദ എനിക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ജ്യോതി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. എന്തിന് RSS നുണ പറഞ്ഞു? എന്തിന് RSS ഇത് മറച്ചുവെച്ചു? ഇനി RSSന് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ബാധകമല്ലാത്ത നിങ്ങളുടെ പ്രഭാരി എന്തിനത് മറച്ചു വെക്കുന്നു? ഞങ്ങളുടെ പ്രഭാരി EP ജയരാജനെ കണ്ടിട്ടുണ്ട്. RSSന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം ADGPയെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ISROയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മോഹൻ ഭഗവത്ജി എന്നെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഇത് എന്തിനു കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല. ജ്യോതി കേട്ടല്ലോ, തീർന്നില്ലേ പ്രശ്നം? സൗകര്യപ്പെടില്ല. കാരണം ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നേതാക്കള്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും, സംസാരിക്കും. ഇത് ഞങ്ങൾ എന്തിനാന്ന് TV ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം? ഞങ്ങൾക്ക് എന്താണ് ബാധ്യത? ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ? നിങ്ങളുടെ നേതാക്കൾ പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് പത്രത്തിലും TV-യിലൊക്കെ പരസ്യം കൊടുക്കുകയാണ്, എന്താണ് കണ്ടത്, എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം. ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും, ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ താല്പര്യം. ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത്? ശരി ജ്യോതി, വേഗം അതിന് മറുപടി. എന്നിട്ട് എനിക്ക് ശ്രീ KC ഉമേഷ് ബാബുവിലേക്ക് പോകണം. ജ്യോതി. അല്ല, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു കാര്യത്തിന് കൂടെ മറുപടി പറയാനുണ്ട്. അദ്ദേഹത്തിന് അല്ലല്ല, ഒറ്റ കാര്യത്തിന് കൂടെ. താങ്കൾ സർ പറഞ്ഞോളൂ. താങ്കള് എന്തോ ചീഫ് ജസ്റ്റിസിന്റെ ഇവിടെ ഗണപതി പൂജ, അവിടെ ഗണേശോത്സവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി പോയ താങ്കൾ ഒരു വിമർശനമായിട്ട് പറഞ്ഞു. 2009 ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു. ഇഫ്താർ പാർട്ടിക്കാണെങ്കിൽ ആവും, ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ? ശരി ശരി, മനസ്സിലാവുന്നില്ല. ശരി ശ്രീ ജ്യോതി, പ്രശ്നമില്ല ചീഫ് ജസ്റ്റിസ്. ശരി ഗോകുൽ കേട്ടു, യുവരാജ് കേട്ടു. ജ്യോതി, ഇഫ്താർ പാർട്ടി പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാതിരിക്കാനേ പറ്റില്ലല്ലോ. ഈ പൊതുചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ, ഇവിടെ രഹസ്യമായി അദ്ദേഹത്തിന് ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയി കണ്ടിരിക്കുന്നു. അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നു, അതിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നു. അവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഫോട്ടോ, അദ്ദേഹത്തിന്റെ കുടുംബവും ചീഫ് രഹസ്യമായിട്ടാണോ പോയത്? രഹസ്യമായിട്ട് പോയ ഫോട്ടോ ആണോ പത്രത്തിൽ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എല്ലാവരും വിളിച്ചിരുന്നോ? അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ പോയത്? എത്ര അല്ല നിർത്തു. താങ്കളുടെ വിശദീകരണം ഞാൻ കേട്ടല്ലോ. ഞാൻ മറുപടി ഞാൻ ഒളിക്യാമറയിലെ ഫോട്ടോ വല്ലതാണോ വന്നത്? നമ്മളെല്ലാരും TV ചാനലുകളിലും പത്രങ്ങളിലും കൂടെ തന്നെയല്ലേ ആ ഫോട്ടോ കണ്ടത്? ദത്താത്രേയ ഹൊസബലയെ കണ്ടത്, ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയത് ഒളിക്യാമറ വെച്ചിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, താങ്കളുടെ വീട്ടിൽ താങ്കളെ കാണുന്നതല്ല, പ്രധാനമന്ത്രി ഒളിക്യാമറ വെച്ച് പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ വീട്ടിൽ അല്ല, താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസിന്റെ. അവിടെയാണ് ചോദ്യം. അതാണ് എന്റെ ചോദ്യം. അവിടെ തന്നെയാണ് എന്റെ ചോദ്യം. എന്റെ കുടുംബാംഗങ്ങൾ എന്നെ കാണുന്നത് ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാറില്ല. പക്ഷെ പ്രധാനമന്ത്രി പോയി ചരിത്രത്തിലാദ്യമായി ചടങ്ങുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഫോട്ടോ കൊടുക്കുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ADGP ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും, ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സാറേ? കഴിഞ്ഞോ? അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ എടുത്ത ആൾക്കാർക്ക് എന്താ പേരെന്താ? വേണു, ഈയുടെ പേരെന്താ? യുവരാജ് ഗോകുൽ. വേണു എന്താ പേരെന്താ പറഞ്ഞേ? നമ്മൾ എത്രയോ ഒരുമിച്ചിരുന്നതാണ്.
യുവരാജ് ഗോകുൽ ബിജെപിയുടെ പ്രതിനിധി താങ്കൾ താങ്കളോട് പേരറിയണ്ട, വേണു ഒരു ബിജെപിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ പ്രതിനിധി പറഞ്ഞ് സംസാരിക്കും. ആയിക്കോട്ടെ ഞാൻ പേര് മറന്നുപോയി. യുവരാജ്. ശരി. അതെ ഒരു കുഴപ്പമില്ല. താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് യുവരാജ്? എന്തിനാ അസ്വസ്ഥനാകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ എന്തിനു കണ്ടു ഇങ്ങനെ കാണാൻ പോയതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഇത്ര ചർച്ച നടക്കുമ്പോ അല്ലല്ല, താങ്കൾ ആദ്യം ഞാൻ പറഞ്ഞു പറയട്ടെ. പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, രഹസ്യമായിട്ടാണോ പോയത്? ഫോട്ടോ എന്റെ അവസരമാണ്. യുവരാജെ താങ്കൾ വേണുവിനോട് ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ, താങ്കൾ വേണുവിനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടൊക്കെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ അവസരമാണ്, മനസ്സിലായോ? എന്റെ അവസരമാണ്. താങ്കൾ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ എന്തോ രഹസ്യ ചർച്ച നടത്തിയെന്ന്. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. ചർച്ചയായിരുന്നോ അതാണോ ഫോട്ടോസ് നമ്മളെല്ലാരും കണ്ടത് പത്രത്തിലും ടിവിയിലും ഒന്ന് ചോദിച്ചത്? വളരെ സിമ്പിൾ ആണ് ചോദ്യം. താങ്കളാണ് പറഞ്ഞത് രഹസ്യ ചർച്ചയായിരുന്നു, ഞാനല്ല. അതുകൊണ്ടാ യുവരാജ് താങ്കളോട് ആദ്യം വേറെന്തോണ് പറയുന്നത്? വേണു അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. ഞാൻ എന്ത് പറയണോ നീ അല്ല തീരുമാനിക്കുന്നേ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. സാറേ, സഹോദര കേറി നീ എന്നൊന്നും വിളിക്കരുതേ. താങ്കളോട് അത്തരത്തിലുള്ള പദപ്രയോഗമില്ല. ഇതൊന്നും താങ്കളുടെ കുത്തക അവകാശമല്ല ഇത്തരം വാക്കുകൾ. ഓക്കെ, എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. താങ്കളോട് മര്യാദ വിളിപ്പിക്കരുത്. ഈ മര്യാദ എന്ന് പറയുന്ന യുവരാജ് അല്ലല്ല, യുവരാജ് ഈ മര്യാദ എന്ന് പറയുന്ന ഒരാളോട് കാണിക്കുക, ഒരാളോട് കാണിക്കാതിരിക്കുക, അങ്ങനെയല്ല. മര്യാദ എന്ന് പറയുന്നതിന്റെ നിർവചനം വിവരമുള്ള അങ്ങ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ശരി, ജ്യോതി പറയട്ടെ, നീ അങ്ങ് തടസ്സപ്പെടുത്തരുതേ. ജ്യോതി പറയട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചൂണ്ടിക്കാണിച്ചു. ശരി, അതിന് മറുപടി പറഞ്ഞിട്ട് പോട്ടെ. ശരി, യുവരാജെ വിട്, ജ്യോതി സംസാരിക്കട്ടെ. ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമായാലും തുടങ്ങിയിട്ട് ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ, നീ പറഞ്ഞോടാ. ഇത് ശ്രീ യുവരാജ് ഗോകുൽ ആദ്യം ചുരുക്കി ഒരു 30 സെക്കൻഡ് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതിനുള്ള മറുപടി. ശ്രീ ഉമേഷ് ബാബു അങ്ങ് പറഞ്ഞൊരു പോയിന്റ് കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങ് പറഞ്ഞു എന്താണ്, ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ ജോലി കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തിന്റെ ടൈം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബിജെപിയുടെ ബൂത്ത് ഏജന്റ് ആയിട്ട് വന്നു. അതൊരു വലിയ ക്രൈം ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങയോട് പറയാണ് ടി എൻ ശേഷൻ എന്നൊരു പേര് അങ്ങേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഗോകുലെ, ഞാൻ പറഞ്ഞിട്ടേ ഉമേഷ് ബാബു സാറേ, ഞാനത് തിരുത്തിയിട്ടുണ്ട്. അങ്ങല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ചുമതല അല്ല, ഒറ്റ കാര്യം മനസ്സിലായി. രാഷ്ട്രീയ പല ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ പീരീഡ് കഴിയുമ്പോൾ അവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഉമേഷ് ബാബു ഞാൻ ദേഷ്യപ്പെട്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങ് മനസ്സിലാക്കാൻ പറയണേ, 8ാമത്തെ ദിവസമാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ദത്താത്രേയ ഹൊസബലെ എന്ന് പറഞ്ഞ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ADGP സോണിയാഗാന്ധിയുമായിട്ട് രഹസ്യ ചർച്ച നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? പൊതുസമൂഹം എങ്ങനെയായിരിക്കും കാണുക? ആൾക്കാർ ചിരിക്കും. കാരണം ഒരു ADGPയുമായി വന്ന് രഹസ്യ ചർച്ച നടത്താനും വേണ്ടിയിട്ടുള്ള വലിപ്പമേ സോണിയാഗാന്ധിക്കുള്ളോ എന്നാണ്. ശരി, യുവരാജ് ഒന്ന് വഴങ്ങണം. ജ്യോതി 30 സെക്കൻഡ് ഇല്ല. ജ്യോതി വേഗം മറുപടി. യുവരാജ് വഴങ്ങണം, സമയമില്ല. ജ്യോതിക്കൂടെ അവസരം. ജ്യോതി വേഗം. ഇവിടെ ശരി, ജ്യോതി. ചർച്ച ചെയ്യേണ്ട ആളൊന്നും അല്ല അദ്ദേഹം.